യെരുശലേം പള്ളിയിൽ ഇങ്ങനെ ധാരാളം അധ്യാപകർ വരുന്നു, പള്ളിയിൽ പല പല വികാരിമാർ വരുന്നു, ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ അനുസൂതമല്ല. പക്ഷെ ഈ യെരുശലേം പള്ളി അത് കൃത്യമായിട്ട് അവിടെ നിർവഹിക്കും. പക്ഷെ അവിടെ വരുന്ന ആളുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് ഒരാൾ മാറുമ്പോൾ ഒരു ദുഃഖത്തിനും ഇല്ല. അവിടെ അന്നേരം തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെ പുതിയ ആളുകൾ നിറയും. അച്ഛന്മാരിപ്പോൾ പോകുന്നതിനല്ല, അച്ഛന്മാർ പോകുമ്പോഴും വളരെ കൃത്യമായിട്ട് അടുത്ത ആളവിടെ ചാർജ് എടുക്കും. അപ്പൊ ഇവിടെ എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ നമ്മുടെ പ്രസ്ഥാനങ്ങളാണ്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്, അല്ല നദികളാണ്. അതിനകത്തുള്ള ആളുകളൊന്നും അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ എന്നാലും ഇതിന് മറിച്ചൊരു ചിന്ത, ഒരു കവിത പാടി ഞാൻ പറയാം. അതിനകത്ത് ഇവിടെ ഉണ്ട് ഞാനെന്നറിയുവാൻ മധുരമാമൊരു പൂവൽ മാത്രം മതി. ഇവിടെ ഉണ്ടായിരുന്നു ഞാനെന്നതിന് വെറുമൊരു തൂവൽ പൊഴിച്ചാൽ മതി. ഇനിയും ഉണ്ടാകുമെന്നതിന് സാക്ഷ്യമായി അണയിരുന്നതിന് ചൂട് മാത്രം മതി. ഇത് ഒരു നമ്പ്യാരെ കുറിച്ച് ഒരാൾ എഴുതിയ, നാരായണൻ എന്ന് പറഞ്ഞ ഒരാൾ എഴുതിയ ഒരു ബ്യൂട്ടിഫുൾ കവിതയുടെ ഭാഗമാണ്. ഇതിനകത്ത് മനുഷ്യന്റെ ജീവിതം എത്ര രസമായി. അത് റിട്ടയർമെന്റ് ആൻഡ് ട്രാൻസ്ഫർ, ഇത് രണ്ടല്ല. റിട്ടയർ ചെയ്യുന്നതും ഒന്ന്, ട്രാൻസ്ഫർ ആകുന്നതും. ട്രാൻസ്ഫർ ആകുന്ന ആളുകളെ പറ്റി ഞാനിപ്പോൾ ഓർത്തത്, നമ്മുടെ രണ്ടച്ഛന്മാരും അവരുടെ കൊച്ചമ്മമാരും അവരിങ്ങനെ ട്രാൻസ്ഫർ ആയി. അവർ ട്രാൻസ്ഫർ ആകുമ്പോൾ നമ്മുടെ മനസ്സിൽ അവശേഷിപ്പിക്കുന്ന ചില പാടുകളെ പറ്റി നമ്മുടെ അച്ഛന്മാർ പറഞ്ഞു. അതിൽ ഒന്നാമതായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു ഞാനെന്നതിന് മധുരമാമൊരു പൂവൽ മാത്രം. ഒറ്റ അത് നമ്മൾ രണ്ടച്ഛന്മാർ എത്ര മനോഹരമായിട്ടാണ് പ്രസംഗങ്ങൾ ഞായറാഴ്ച വെൽ പ്രിപ്പയർഡാണ്. ഞാൻ കൊച്ചു പ്രായത്തിൽ നിന്ന് പ്രസംഗം കേൾക്കാൻ പോകുന്നതാണ്. പക്ഷെ ഇപ്പോൾ ഞാൻ ഈ മാർത്തമ്മ പള്ളിയിൽ വരാൻ 40 കൊല്ലം 30 കൊല്ലമായി. അന്ന് പോലെ ഞാൻ പ്രസംഗം കേൾക്കാൻ പോയി. അത് പ്രസംഗം കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തീരെ ചള്ളവശമാണ്, മാത്രമേ ഉറങ്ങിപ്പോകും. അപ്പം അത് ഞാൻ പറയുന്നത് ഒരു മധുരമാമൊരു പൂവൽ. അതുപോലെ തന്നെ ഈ ഇവിടെ ഉണ്ടായിരുന്നു ഞാനെന്നതിന് ഒരു തൂവൽ പൊഴിച്ചാൽ. ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇരുന്ന് നമ്മുടെ മകളുകളിലൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മളെ പറഞ്ഞ പ്രസംഗം പറഞ്ഞ നമ്മുടെ വലിയ സെമിനാറിൽ അച്ഛൻ പറഞ്ഞെടുത്തോണ്ട് ആ കുട്ടി ഞാൻ കിടക്കുന്നില്ല. പക്ഷെ ഇതൊക്കെ നമ്മുടെ പാസ്റ്റർ ഓഫ് ലൈഫാണ്. ഇതൊക്കെ നമ്മുടെ ആവശ്യമായിട്ട് വരും. പല കൺസ്ട്രക്ഷനൊക്കെ കൂടേണ്ടി വരും. അതുപോലെ തന്നെ ഈ ലാസ്റ്റ് ഭാഗത്ത് ഇനിയും ഉണ്ടാകുമെന്നതിന് സാക്ഷ്യം. ഇപ്പൊ നമ്മളെല്ലാം അങ്ങ് പോവുക, അച്ഛനൊക്കെ സ്ഥലം മാറിയിട്ട് പോകുമ്പോഴും അടയിരുന്നതിന് ചൂട് മാത്രം മതി. അവരിവിടെ ഉണ്ടായിരുന്നു എപ്പോഴും നമ്മൾ ഓർമ്മിക്കും. എപ്പോഴാണ് അവരിവിടെ തുടങ്ങി വെച്ച കാര്യങ്ങൾ, നമ്മളോട് പറഞ്ഞ നല്ല കാര്യങ്ങൾ, അതൊക്കെ അവശേഷിപ്പിച്ചുകൊണ്ട് തന്നെ അവരൊക്കെ പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ഫോട്ടോ ഒക്കെ വെച്ച് ഒരു ഫോട്ടോ, അതുപോലെ ഒത്തിരി നല്ല സ്നേഹമുള്ള ബാക്കിയൊക്കെ ജീവിതത്തിൽ നല്ലപ്പോഴാണ് ഇങ്ങനെ ഒരു ചടങ്ങി പങ്കെടുക്കുന്നത്. ഇനി ഞാനൊരു പ്രൊഫഷൻ ചെയ്യുന്നതാണ്, എല്ലാവർക്കും അറിയാം. അങ്ങനെയൊന്നും അവിടെ റിട്ടയർമെന്റ് ഉറപ്പ് കിട്ടില്ല. വേറെ വലിയ ഫ്രണ്ട് വന്നേക്കൊന്നിരുന്ന് പ്രാക്ടീസ് നടത്തിയിട്ടില്ല. അങ്ങനെ വരുന്നതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനെ ഒരു സ്ഥലത്താണ് ഞാനും കൂടെ. അതുകൊണ്ട് ഇങ്ങനെ ഒരു വാക്കുകൾ കേട്ടത് എങ്ങനെയാണെന്നുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ട് മാത്രം ഞാൻ കണക്കായിക്കൊണ്ട് പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി. പിള്ളേരൊക്കെ ആയിട്ട് ഭയങ്കര ഇഷ്ടമായിരിക്കും. പിള്ളേർ ഇവിടെ ഓരോ തമാശകളും രസമൊക്കെ പറഞ്ഞു പോകാനും. നിങ്ങളെ പഠിപ്പിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഈ ശരിക്കും ഈ ബൈബിളൊക്കെ ഞാനും വായിച്ച് പഠിക്കാൻ തുടങ്ങിയെന്നുള്ളത് ഒരു സത്യവും. അപ്പോൾ എന്തായാലും എല്ലാ കാര്യത്തിലും നന്ദിയുണ്ട്, എല്ലാവരോടും നന്ദിയുണ്ട്. അച്ഛന്മാരോടും കൊച്ചമ്മമാരോടും എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ